എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ എക്സാമുകളാണ് ട്രേസർ, ഓവർസിയർ ഗ്രേഡ് 3, അതുപോലെ തന്നെ വർക്ക് സൂപ്രണ്ടൻ്റ് എന്നീ എക്സാമുകൾ. അപ്പോൾ ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം എത്ര വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ എക്സാമാണ് ട്രേസർ എക്സാം. അത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ എക്സാമാണ്. അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം 20,601 പേര്. 100 മാർക്കിൻ്റെ OMR ചോദ്യങ്ങളാണ് നടത്തപ്പെട്ടത്. അപ്പോൾ ഈ എക്സാമിനെ സംബന്ധിച്ച് വേക്കൻസികളുടെ എണ്ണം വളരെ കുറവാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും വെറും 5 അഡ്വൈസുകൾ മാത്രമാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ അതിൻ്റെ എണ്ണം 5-ൽ നിന്നും ഒരു 7-8 ആയിട്ട് മാത്രമേ ഉയരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് വളരെ ഉയർന്ന ഒരു കട്ട് ഓഫ് മാർക്കായിരിക്കും ഈ എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കട്ട് ഓഫ് മാർക്ക് 80-നും അതുപോലെ തന്നെ 85-നും ഇടയ്ക്കായിരിക്കും ഈ എക്സാമിന് വരിക. 80-85 റേഞ്ചിലുള്ള കട്ട് ഓഫ് ആയിരിക്കും ട്രേസർ എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അടുത്തത് ഓവർസിയർ ഗ്രേഡ് 3 ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ഇൻ സർവീസ് പേഴ്സണൽ. ഇൻ സർവീസുകാർക്ക് വേണ്ടിയുള്ള എക്സാമാണ്, സർവീസിലുള്ളവർക്ക് വേണ്ടിയുള്ള എക്സാമാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഒരു 50 റേഞ്ചിലൊക്കെ ആ എക്സാമിന് നിൽക്കും. അടുത്തത് വർക്ക് സൂപ്രണ്ടൻ്റ് എക്സാമാണ്. വിവിധ ജില്ലകളിലേക്കുള്ള വർക്ക് സൂപ്രണ്ടൻ്റ് എക്സാമാണ്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. വിവിധ ജില്ലകളാണ്. അതായത് തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം വരുന്നത്. അത് എഴുതിയവരുടെ എണ്ണം 3143 ആണ്. അടുത്തത് കൊല്ലം ജില്ലയാണ്. 1826 പേര് അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിലേക്ക് നടത്തിയ എക്സാമാണ്. ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ട്രേസർ എക്സാമിൻ്റെ അത്ര ഉയരത്തിൽ വരാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ ജില്ലയിലും എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഏകദേശം സെയിമാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് 3143 പേര് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് ഒരു 75 എബോ വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ജില്ലകളിലൊക്കെ ഒരു 70 to 75 ആയിരിക്കും കട്ട് ഓഫ് മാർക്കിൻ്റെ സാധ്യതയായിട്ട് കാണുന്നത്. മറ്റുള്ള ജില്ലകളിൽ തൃശ്ശൂർ ജില്ലയിൽ ആണെങ്കിൽ അത്യാവശ്യം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ 75 എബോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലും ഒരു 70 to 75 ആയിരിക്കും റേഞ്ച് വരിക. വയനാട് ജില്ലയിൽ 1102 പേരേ ഉള്ളൂ. 70 എബോ സേഫ് ആയിരിക്കും മലപ്പുറം വയനാട് ജില്ലയിൽ. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ 1964 അവിടെയും കട്ട് ഓഫ് റേഞ്ച് വരിക 70 to 75 ആയിരിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള എക്സാമുകളിലും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.